പ്രിയപ്പെട്ടവരെ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, സമയം ഒരുപാട് വൈകി. നമുക്കറിയാം, ഈ 24-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് ആയിട്ട് നമ്മൾ കാണരുത്. 2020 എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇത് വെറും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു കാൽവയ്പല്ല. കാരണം കഴിഞ്ഞ 67 വർഷക്കാലമായിട്ട് നമ്മളെ മാറി മാറി ഭരിച്ച് ഈ രാജ്യം കൊള്ളയടിച്ച് നമ്മളുടെ ഓരോരുത്തരെയും രക്തമുട്ടി കുടിച്ചവർക്കുള്ള ഒരു മറുപടിയായിരിക്കണം നമുക്ക് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ഇവിടെ ഈ ഒരു തെരഞ്ഞെടുപ്പില് പ്രത്യേകിച്ച് എറണാകുളത്തെയും തൃശ്ശൂരിനെയും ഈ രണ്ട് വലിയ സിറ്റികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാർലമെന്റ് നിയോജക മണ്ഡലമാണ് ചാലക്കുടി എന്ന് പറയുന്നത്. ഇതില് നമുക്ക് അടിസ്ഥാന വികസന സൗകര്യങ്ങളായിക്കോട്ടെ, ടൂറിസം ആയിക്കോട്ടെ, മറ്റ് വനമേഖലകളിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, അങ്ങനെ ചാലക്കുടി പാർലമെന്റ് നിയോജക മണ്ഡലം നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഈ 67 വർഷം മാറി മാറി നമ്മൾ പലരെയും വിജയിപ്പിച്ച് ഡൽഹിയിലേക്ക് അയച്ചെങ്കിലും ചാലക്കുടിയുടെ കാര്യത്തില് കുറച്ച് ഹൈമാസ്റ്റുകൾ ഇട്ടതല്ലാതെ വേറെ ഒന്നും ഒരു കാര്യമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തവർക്ക് നൽകാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നമുക്കറിയാം, നമ്മുടെ മെട്രോ ഇപ്പോൾ ആലുവ വരെ വന്ന് നിൽക്കുകയാണ്. ഇതുവരെ ആരും ഈ മെട്രോ പദ്ധതി അങ്കമാലിയിലേക്കോ ചാലക്കുടിയിലേക്കോ അല്ലെങ്കിൽ അതിനെ തുടർന്ന് തൃശ്ശൂരിലേക്കോ തുടർന്ന് കൊണ്ടുപോകുന്നതിനെ പറ്റി ഒരു എംപിമാരും സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും സംസാരിച്ചതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പഠിച്ച് മനസ്സിലാക്കി ഈ ചാലക്കുടിക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ളതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ച് 2020യെ സംബന്ധിച്ച് മുന്നോട്ടുള്ള നമുക്ക് കിട്ടുന്ന ഒരു ഊർജമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഇതിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നു, ഈ 67 വർഷക്കാലം മാറി മാറി ഭരിച്ച ആളുകൾ 67 വർഷം കൊണ്ട് ഈ ചാലക്കുടിക്ക് എന്ത് നൽകിയോ അതിനേക്കാൾ 10 ഇരട്ടി 2020യുടെ MP വന്നു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് നടപ്പിലാക്കും എന്ന് ഞാൻ ഉറപ്പു തരികയാണ്. അത് മാത്രമല്ല, നമുക്ക് ചാലക്കുടിയിലും എറണാകുളത്തും ഒരു സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ സാധിച്ചാൽ അത് അടുത്ത വർഷം വരുന്ന നവംബർ മാസം വരുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു വലിയ കാൽവയ്പായിരിക്കും. ഇന്ന് 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയിരിക്കുന്ന വിവിധ പദ്ധതികൾ, അതിൽ ഏറ്റവും പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ്. 50% വരെ വില കുറച്ച് അവിടെയുള്ള കുടുംബങ്ങൾക്ക് എല്ലാം സാധനങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. ഇന്ന് ഏതാണ്ട് 55,000 കുടുംബങ്ങൾ അതിൻ്റെ സൗകര്യങ്ങൾ കൈപ്പറ്റി സുഖമായിട്ട് സന്തോഷമായിട്ട് 3 നേരം ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. അത് കൂടാതെയാണ് ഈ അടുത്ത ഇടയ്ക്ക് നമ്മൾ തുടങ്ങിയ മെഡിക്കൽ സ്റ്റോർ. അവിടെ 80% വരെ വില കുറച്ചാണ് നൽകുന്നത്. അത് തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചില കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ പരാതിയെ തുടർന്ന് രാഷ്ട്രീയ പ്രേരിതമായിട്ട് അത് നടപ്പിക്കുകയുണ്ടായി. പക്ഷെ അത് വീണ്ടും ഹൈക്കോടതി തുറന്ന് പ്രവർത്തിക്കാൻ അനുവാദം തന്നു. നമ്മൾ 2 ദിവസം മുമ്പ് തുറക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒട്ടനവധി ജന ഉപകാരപ്രദമായ ഒരുപാട് പദ്ധതികളാണ് നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാം ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ കൂടി നൽകി ഒന്നും നടപ്പിലാക്കാറില്ല. കാരണം വർഷങ്ങളായിട്ട് LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, NDA ആയിക്കോട്ടെ, ജനങ്ങളെ എങ്ങനെ വഞ്ചിക്കാമെന്ന് പഠിച്ച് മനസ്സിലാക്കിയവരാണ് ഈ പാർട്ടിക്കാരെല്ലാം. അപ്പൊ ആരും ഒന്നും ചെയ്യുന്നില്ല, അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്യുന്നില്ല. അതാണ് ഇതുവരെ സംഭവിച്ചതെങ്കിൽ 2020 അതിൽ നിന്ന് വ്യത്യസ്തമാകുകയാണ്. അനീതിക്കെതിരെ, അക്രമത്തിനെതിരെ, കൊള്ളയ്ക്കെതിരെ, അഴിമതിക്കെതിരെ
പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി 2020 മാറിയിരിക്കുന്നു. അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. അതിൽ നിന്നും മാറ്റം വരുത്തി ഈ കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായുള്ള ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം രൂപം കൊണ്ടിരിക്കുന്നതും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതും. അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഭക്ഷ്യസുരക്ഷാ മാളുകൾ കേരളത്തിലെ 943 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും എല്ലാം നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കണം. ഇതുപോലെയുള്ള മെഡിക്കൽ സ്റ്റോറുകൾ ഈ പറയുന്ന കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നടത്താൻ സാധിക്കണം. അങ്ങനെ സാധാരണക്കാരായ മനുഷ്യരുടെ ഭാരം കുറച്ച് അവർക്ക് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് 2020 മുന്നോട്ട് വയ്ക്കുന്ന പ്രകടന പത്രികയിൽ തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ചാലക്കുടിയെ സംബന്ധിച്ച് നമുക്കറിയാം, വന്യജീവി ആക്രമണം അത് പൂർണ്ണമായിട്ടും തടയുമെന്ന് നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന വലിയൊരു വികസനം ഈ ചാലക്കുടി മേഖലയിലെ അല്ലെങ്കിൽ തൃശ്ശൂരും എറണാകുളവുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതിനെ ഒരു ചെറിയ ഇലക്ഷനായിട്ട് കാണരുത്. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും തുടർന്ന് വരുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമുള്ള ഒരു കാൽവയ്പായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഈ 2 എംപിമാരെ നമ്മളിവിടെ വിജയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മുടെ അടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ ചാലക്കുടിയിലെ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഭരിച്ചിരിക്കും. അത് മാത്രവുമല്ല 25 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സീറ്റുകൾ നേടി ഈ കേരളത്തിന്റെ അധികാരം 2020 പിടിച്ചെടുക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് നിങ്ങൾ ആ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ 2 എംപിമാരെ വിജയിപ്പിക്കുന്നത് ഒരു ചാലക്കുടിയിൽ അല്ലെങ്കിൽ എറണാകുളത്ത് 2 എംപിമാരെ ഉള്ളതിനേക്കാൾ കൂടുതൽ കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങളെ രക്ഷിക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയായി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നു ചാലക്കുടിയിലെ എന്നല്ല ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും അതിനേക്കാളത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഓഫീസ് എനിക്ക് വേറെ ഒരു പാർട്ടിക്കും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഓഫീസ് പോരാ, നമുക്ക് വേണ്ടത് വോട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ഓഫീസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഞാനിവിടെ നിർവഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.